ലോങ് ലെഗ്സ് നമ്മുടെ നാട്ടിലൊന്നും ഈ പടം തിയേറ്ററിൽ റിലീസ് ആയില്ലെന്ന് തോന്നുന്നു. ഞങ്ങളുടെ ഇവിടെ ഒന്നും വന്നില്ലായിരുന്നു. ഏതായാലും പടം ഇപ്പോൾ VOD ആയിട്ട് റിലീസ് ആയിട്ടുണ്ട്. ഓസ്ഗുഡ് പെർക്കിൻ സംവിധാനം ചെയ്ത് മൈക്ക മൺറോ, അലീഷ്യ വിറ്റ്, നിക്കോളാസ് കേജ് തുടങ്ങിയവർ പ്രധാന വേഷങ്ങൾ വന്ന ഈ ഇംഗ്ലീഷ് ഹൊറർ ത്രില്ലർ സിനിമയെ കുറിച്ചാണ് ഇന്ന്. 1990കളിൽ FBI ഏജന്റ് ആയിട്ടുള്ള ലീ ഹാർക്കർ കുറെ കുടുംബങ്ങളെ ഒന്നൊന്നായി കൊന്നൊടുക്കിയ ഒരു സീരിയൽ കില്ലറിനെ തപ്പിപ്പോകുന്നതാണ് ഈ പടത്തിന്റെ കഥ. ഇതിൽ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കൊല നടക്കുമ്പോൾ കില്ലർ ആ പരിസരത്ത് ഒന്നും ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ്. ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ, അതിനോടൊപ്പം തന്നെ സൂപ്പർ നാച്ചുറൽ എലമെന്റ്സും കൂടി മിക്സ് ചെയ്ത് ഒരുക്കിയത് സ്ക്രിപ്റ്റിന്റെ ഒരു പ്രത്യേകതയായിട്ട് തന്നെ തോന്നി. പിന്നെ ഒരു പോസിറ്റീവായിട്ട് പറയാനുള്ളത് ഇതിലെ ഷോട്ടുകളുടെ അപാര ഭംഗിയാണ്. പ്രത്യേകിച്ച് ചില കില്ലിംഗ് സീൻസ് ഒക്കെ നമുക്ക് പേടി അല്ലെങ്കിൽ അറപ്പ് തോന്നും വിധത്തിലല്ല, ഭയങ്കര എസ്തെറ്റിക്കലിയാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ക്യാമറ, കളർ ടോൺ, അതുപോലെ ലൊക്കേഷൻ ഒക്കെ ഭയങ്കര രസമാണ് കണ്ടുകൊണ്ടിരിക്കാനായിട്ട്. പ്രൊഡക്ഷൻ ഡിസൈനും എടുത്ത് തന്നെ പറയണം. 1990കളാണ് മെയിൻ ആയിട്ട്, കുറച്ച് 1970കളും ഉണ്ട്. ഈ രണ്ട് കാലഘട്ടത്തിലെയും വണ്ടികള്, സ്ഥലങ്ങള്, കോസ്റ്റ്യൂംസ് ഒക്കെ നൈസ് ആയിട്ട് ആർട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. വളരെയധികം ഇൻസ്റ്റിങ്സ് ഒക്കെയുള്ള അല്ലെങ്കിൽ കുറച്ച് സിക്സ്ത് സെൻസ് പോലെയൊക്കെയുള്ള ഒരു ക്യാരക്ടറാണ് ഏജന്റ് ലീ ഹാർക്കർ. മൈക്ക മൺറോ അത് വളരെ നന്നായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ സിനിമയിലെ നിക്കോളാസ് കേജിനെ കണ്ടാൽ നമുക്ക് തിരിച്ചറിയുകയില്ല എന്ന് തന്നെ പറയാം. കുറച്ച് വിയേർഡ് ആണെങ്കിലും ആ ഒരു മേക്കപ്പിന് പ്രത്യേക മെൻഷൻ തന്നെ കൊടുക്കണം. പക്ഷേ ഈ ഗെറ്റപ്പും വെറൈറ്റി ക്യാരക്ടറും ഒക്കെ ആയിരുന്നെങ്കിലും ഒരു സീൻ കിടുവാണ് എന്നതിനപ്പുറം പടത്തിൽ പുള്ളി കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. പിന്നെ അദ്ദേഹം ഇതിന്റെ പ്രൊഡ്യൂസർമാരിൽ ഒരാൾ കൂടിയാണ് കേട്ടോ. ലീയുടെ അമ്മയായിട്ട് വന്ന അലീഷ്യ വിറ്റ്, ഏജന്റ് കാർട്ടറായിട്ട് വന്ന ബ്ലെയർ അണ്ടർവുഡ് എന്നിവരുടെ പെർഫോമൻസും എടുത്തു പറയണം. സിനിമയുടെ മ്യൂസിക്കും സൗണ്ട് ഡിസൈനിങ്ങും മികച്ചതാണ്. പടം സ്ലോ ബേൺ ആണ് കേട്ടോ. ആ ഒരു അന്തരീക്ഷമൊക്കെ ബിൽഡപ്പ് ചെയ്ത് വരാനായിട്ട് ഒരുപാട് ടൈം എടുക്കുന്നുണ്ട്. ഒരു മണിക്കൂർ അടുത്തൊക്കെ ആണെങ്കിൽ ഓക്കെ എന്ന് പറയാം. ഇത് പടം മുഴുവനും ആ ഒരു അന്തരീക്ഷം ബിൽഡപ്പ് ആണെന്ന് പറയാം. പക്ഷെ ഒരു വാവ് മൊമെന്റ് എന്ന് പറയാനൊന്നുമില്ല. ഈ ടെക്നിക്കൽ ബ്രില്യൻസ് മാത്രം കണ്ട് നമ്മൾ എത്ര നേരമാണ് ഇരിക്കുക. എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം നടക്കുന്നത് തന്നെ ക്ലൈമാക്സ് അല്ലെങ്കിൽ തേർഡ് ആക്ടിലാണ്. ആ ഒരു ട്വിസ്റ്റ് ഒക്കെ അൺഎക്സ്പെക്ടഡ് ആയിരുന്നു കേട്ടോ. ആകെ മൊത്തം ടോട്ടലിൽ ടെക്നിക്കലി ബ്രില്യന്റ് ആയിട്ടുള്ള, മേക്കിംഗ് കൊണ്ട് മികച്ച ഒരു സിനിമയാണ്. എന്നാൽ എഴുത്തില് ആവറേജ് മാത്രമായി പോവുകയും ചെയ്തു. എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഇതൊരു മോശം പടമൊന്നുമല്ല, പക്ഷെ സ്ക്രിപ്റ്റിൽ കുറച്ചുകൂടി മെച്ചപ്പെടുത്താമായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. സോ ഹൊറർ ത്രില്ലർ പ്രേമികൾക്ക് ഒരു തവണ പാർக்கலாம் എന്ന ടൈപ്പ് ഒരു മൂവി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. എൻ്റെ അഭിപ്രായം ആയിരിക്കണമെന്നില്ല നിങ്ങൾക്ക്. സോ നിങ്ങൾ ഈ പടം കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടി കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. പടം ഇപ്പോൾ ഡിജിറ്റലി അവൈലബിൾ ആണ്. 1 മണിക്കൂർ 40 മിനിറ്റ് ആണ് ഈ പടത്തിന്റെ ദൈർഘ്യം. നിങ്ങളുടെ ബർത്ത്ഡേ വല്ലതും 14-ാം തീയതി വല്ലതും ആണോ? അല്ലല്ലോ അല്ലേ? അപ്പൊ ശരി എന്നാ.